ഇവർക്ക് എന്തോ രാവിലെ കാര്യം പരദൂഷണം പറയാൻ വിളിക്കുന്നതായിരിക്കും. നോക്കിയേക്കാം. ഹലോ, എന്താടി ആരാടി ചാകം കിടക്കുന്നേ? മഞ്ഞിലൂടെ തിരക്കിട്ട് ജോലി ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് അവളുടെ ഒരു ഫോൺ വിളി അവൾക്ക് കിന്നാരം പറയണ്ട. ഇന്ന് ആരെ പരദൂഷണം അതിന് കിട്ടിയിരിക്കുന്നേ? ഓഫറോ? എവിടെ? മഹാലക്ഷ്മി സിൽസിലോ? ആഹാ, അത് കൊള്ളാലോ. ഒന്നെടുത്താൽ അത് ഫ്രീ ഉണ്ടോ? ആഹാ, നമുക്കെന്നാ എന്തായാലും ഒന്ന് പോകണം. ഞാൻ ഏട്ടൻ വരുമ്പോഴത്തേക്ക് കുറച്ച് പൈസ ഇട്ട് തരാൻ പറയാം. നമുക്ക് ബേക്കറിയും സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും പൈസ എല്ലാം ചെയ്യുന്നത് ചേട്ടനല്ലേ. എന്നോട് പറഞ്ഞാ നീ നോക്കിക്കോ, നീ കുടുംബം അറിയാം. ഞാൻ പറഞ്ഞോ എനിക്കിതൊന്നും താല്പര്യമില്ല. ഞാൻ പറഞ്ഞ എല്ലാം ചേട്ടൻ ഇരിക്കുന്നത്. നമ്മളെ ആവശ്യം പറയുമ്പോഴത്തേക്ക് നമുക്ക് പൈസ കിട്ടിയാൽ മതിയല്ലോ, നമുക്ക് സാധനങ്ങൾ തന്നാൽ മതിയല്ലോ. എന്തോത്തിനാ കുടുംബ ബാധ്യത എല്ലാം ഭർത്താക്കന്മാരെ നോക്കുന്നതന്നെ നല്ലത്. എനിക്ക് വയ്യ, ഭയങ്കര റിസ്ക് പിടിച്ച പണിയാ. എന്തോത്തിനാ ഇതെല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് ആര് നോക്കിയാലും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടത്തുന്നേ. എടി കുഴപ്പമില്ല, ഞാൻ ഏട്ടനോട് പറഞ്ഞ് കുറച്ച് പൈസ സെറ്റ് ചെയ്യാൻ നോക്കാം. എന്തായാലും ഏട്ടൻ അത് നമുക്ക് പോവാം, നാളെ തന്നെ പോവാം. നമുക്ക് നമ്മുടെ മഹാലക്ഷ്മി സിൽക്കില് ആടിമാസം വരുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും ആരാ പോകുന്നേ? നല്ല ഓഫറുകളുണ്ടോ? ആഹാ, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീയോ? വിലക്കുറവോ? അടിപൊളി, ഇന്ന് നമ്മൾ പൊളിക്കും. ഏട്ടൻ വരുമ്പോ കുറച്ച് പൈസ സെറ്റാക്കണം. അച്ഛനും അമ്മയ്ക്കും ഏട്ടനും കുഞ്ഞുങ്ങൾക്കും എല്ലാം എടുക്കണം. നമുക്ക് സെറ്റാക്കാവുന്നേ. നീ പൈസ എല്ലാം കൊടുത്തൊന്നും വിഷമിക്കൊന്നും വേണ്ട. എടി എന്തോ ആടി ഇത് സെന്റിമെന്റ്സ് ഒക്കെ. ഞാൻ എടുത്തോളാം ഡ്രസ്സിനൊക്കെ പൈസ. നീ എനിക്ക് തിരിച്ചു തരുന്നോ? അങ്ങോട്ട് പോയേ. കൂട്ടുകാർക്കിടയിൽ ഒരു എന്തോ ആടി ആരോടാ രാവിലെ ഏട്ടൻ വന്നേ, ഞാൻ വിളിക്കാം. ഞാനിപ്പോ വിളിക്കാം. ശരി ശരി. ഏട്ടാ അത് മായയായിരുന്നു. ഏട്ടൻ കേട്ടോ ഞങ്ങൾ സംസാരില്ല? കേട്ടില്ല. എന്തുവാ കത്തി വെക്കുന്ന രാവിലെ തന്നെ? അതേ ഏട്ടാ, പിന്നെ ഞാൻ കംപ്ലീറ്റ് ഏട്ടാ, നമ്മുടെ മഹാലക്ഷ്മി സിൽക്സിലെ ആടിമാസം ഓഫർ ഉണ്ടെന്ന്, തുണികൾക്കെല്ലാം നല്ല ലാഭമാണെന്ന്, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ഉണ്ടെന്ന്, സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടെന്ന് ഏട്ടാ. പിന്നെ എനിക്ക് കൂടുതൽ വിഷയങ്ങളൊന്നും വേണ്ട. ഒരു 50,000 രൂപ മതി. അത്രയും മതി ഏട്ടാ. കുറച്ചല്ലേ ഞാൻ ചോദിച്ചോളൂ. അച്ഛനെടുക്കണം, അമ്മയ്ക്ക് എടുക്കണം, എൻ്റെ ഏട്ടനെടുക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എടുക്കണം, പിന്നെ എനിക്ക് എടുക്കണം. ഇത്രയൊക്കെ കൂടി പിന്നെ നമ്മുടെ മൈമനാട് കുഞ്ഞുങ്ങൾക്കും കൂടെ 2 തുണി എടുത്ത് കൊടുക്കാന്ന് വെച്ച്. പിന്നെന്താ നമുക്കത് അപ്പൊ സെറ്റ്. ഏട്ടൻ തരും. മഹാലക്ഷ്മി സിൽക്സിലെ ജനറൽ മാനേജർ അനീഷ് എന്റെ ക്ലാസ്മേറ്റാ. അപ്പൊ 2 ജോഡി കൂടെ കൂടുതൽ എടുക്കാം പറയണ്ടായിരുന്നു. അത് ഏട്ടന്റെ ഫ്രണ്ടൊക്കെ ആണല്ലോ. അപ്പൊ പിന്നെ നമുക്ക് കുറച്ചുകൂടി സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടുമല്ലോ. ആ ഒരു കൺസിഡറേഷൻ എന്തായാലും ഉണ്ടാവും അവന്റെ ഭാഗത്ത്. ഏട്ടാ, പിന്നെ ഞങ്ങൾ നാളെ പോകാനാ തീരുമാനിക്കുന്നത്. പൈസ ഇപ്പൊ തന്നെ ഗൂഗിൾ പേ ചെയ്യോ? ശരിക്കും ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ. ഈ സന്തോഷം അവളെ ഒന്ന് വിളിച്ച് പറയട്ടെ ഏട്ടാ. ഞാൻ വിളിച്ചേ. ഏട്ടൻ ഡ്രസ്സ് മാറാം. സന്തോഷത്തിന് ഞാൻ അയ്യോ ഏട്ടാ, ഏട്ടൻ ഡ്രസ്സ് മാറേ, ഇപ്പൊ കഴിക്കാൻ എടുക്കാവേ. ഹലോ ഡി മാരെ, ഏട്ടൻ വന്ന് ഏട്ടൻ സമ്മതിച്ചു. ഏട്ടൻ പൈസ ഇപ്പൊ തന്നെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. നമുക്ക് നാളെ രാവിലെ തന്നെ പോവാം. രാവിലെ 10 മണിയാകുമ്പോഴത്തേക്ക് പോവാം. ഏട്ടൻ സെറ്റ്. ഏട്ടന്റെ ഫ്രണ്ടാണെന്ന് അവിടുത്തെ GM. കുഴപ്പമില്ല, നീ ഒന്നും മേടിക്കണം. നമുക്ക് നാളെ അടിപൊളി ഒരു പർച്ചേസ്, കലക്കട അടിപൊളി ഒരു പർച്ചേസ് വേണം ചെയ്യാൻ. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാം ഡ്രസ്സ് എടുക്കാം. നീ പൈസ തിരിച്ചു തരുന്നതിനെ കുറിച്ച് ഓർത്തൊന്നും ഞങ്ങളുടെ കൂടെ ഒന്നും വേണ്ട കേട്ടോ. ശരി എടി, ശരി ശരി. ഓക്കെ നമുക്ക് ഇപ്പൊ നാളെ തകർക്കണം. ശരി 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 ശരി. സന്തോഷായി ഏട്ടാ. പിന്നെ ആര്യയുടെ അമ്മയ്ക്ക് സുഖമില്ലാതെ കിടക്കുമല്ലേ നമ്മുടെ സ്റ്റാഫ്.
അവർക്കൂടെ ആ കുടുംബത്തിനോട് എന്തെങ്കിലും അവർക്ക് ചില ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഏട്ടാ ഞാനത് മറന്നു കിടക്കുമായിരുന്നു. ഏട്ടൻ പറഞ്ഞു തന്നെ എന്നാലും ആര്യയ്ക്കും അമ്മയ്ക്കും കൂടി ഓരോ ജോഡി ഡ്രസ്സ് എടുത്ത് കൊടുക്കാം ഏട്ടാ. അവർക്ക് ഡ്രസ്സ് മാത്രമല്ല അവർക്ക് കുറച്ച് ഭക്ഷണ സാധനം കൂടി നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം. നമുക്ക് സാലറി കൊടുക്കുന്ന കൂടാതെ ഒരു 100-500 രൂപ കൂടെ കൂടുതൽ കൊടുത്തേക്കണേ ഏട്ടാ. അവർക്ക് ബസ് ഫെയർ ഒക്കെ ഒരുപാട് വേണ്ടതല്ലേ, ദൂരത്തുനിന്ന് വരുന്ന കുട്ടിയല്ലേ. ശരി ഏട്ടാ. പിന്നെ ഞാനാണെങ്കിൽ ബേക്കറി പോയി രാവിലെ സ്നാക്സും കഴിക്കും, ചായയും കുടിക്കും. ഏത് ബേക്കറിയില്? വൈകിട്ടും ചായയും കുടിക്കും, സ്നാക്സും കഴിക്കും. പക്ഷെ ഒരു പൈസ പോലും എന്നോട് മേടിക്കത്തില്ല. ഓ പിന്നെ ഒരു ചാളിയും കൊണ്ടുപോയി നമ്മുടെ ബേക്കറി, നമ്മുടെ നിർഭയ ബേക്കറി ഉള്ളപ്പോ ഏട്ടന് ഏത് ബേക്കറി പോയി കഴിച്ചില്ല അറിയില്ലേ? നമ്മുടെ ബേക്കറിക്ക് കഴിയുമ്പോ ആരെങ്കിലും പൈസ കൊടുക്കണം? അയ്യോ വേറെ വല്ല ചളി കിട്ടുമെന്ന് നോക്കെ. ഏട്ടാ നമ്മുടെ ബേക്കറിയിൽ നിന്ന് സ്റ്റാഫ് ലീവാണേ. ഒരുപാട് ആളുകൾ കസ്റ്റമേഴ്സ് കയറി വരുന്നുണ്ട്. നമ്മൾ ഗുണനിലവാരമുള്ള സാധനങ്ങളല്ലേ കൊടുക്കുന്നത്. ഒരു പ്രാവശ്യം ഉപയോഗിച്ച് തന്നെ വീണ്ടും ഉപയോഗിക്കുന്നില്ല. ഫ്രഷ് ആയിട്ട് സാധനങ്ങൾ ബേക്ക് ചെയ്യുന്നു. അത് എന്റെ കൈ കൊണ്ട്. എങ്ങനെ എങ്ങനെ അല്ല എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്ന സാധനങ്ങളായത് കൊണ്ട് കസ്റ്റമേഴ്സ് കൂടുതലാണ്. സ്ഥാപനത്തോട്ട് വരുന്നതെന്ന് പരാതിയുണ്ട് സ്റ്റാഫിന്റെ ഇടയിൽ. ഏട്ടാ അതെ ഞാൻ പോകാനായിട്ട് റെഡിയാകുമായിരുന്നു ഏട്ടാ. കഴിക്കാനായിട്ട് ഒരു 10 മിനിറ്റ് കൂടെ ടൈം തരണേ. ഞാനത് കറിക്കരിച്ചോണ്ട് നിന്നപ്പോഴായിട്ടാ മായ വിളിച്ച് സമയം പോയത് അറിഞ്ഞില്ല ഏട്ടാ. ശരി ശരി ഓക്കെ ഏട്ടാ ശരി.